ആ വെളുത്തുള്ളി, ചെറിയുള്ളി, വെല്ലുള്ളി ഉണ്ട് കേട്ടോ. ഷോപ്പ് എവിടെ വരുന്നത്? ഇതാണോ? ഇതിന്റെ മൂപ്പർക്ക് ആർക്കാ കൊടുക്കുന്നത്? ഇത് സാധനങ്ങളൊക്കെ ഇറക്കി തന്നത് സന്തോഷമായിട്ട് അതെ അതെ ഈ തട്ടുകളിൽ ഓരോ സാധനങ്ങൾ അതൊക്കെ ഊരിക്കാം. അതൊക്കെ ഊരിക്കാം. എല്ലാവരും കുറച്ചൊന്ന് വിട്ടു നിന്നു കേട്ടോ. ചെറിയൊരു എന്താ നമ്മളിതൊക്കെ കളക്ടർ കാണുന്നതാണ്. ഇവിടെ അല്ലേ ഇനിയിപ്പോ ഫില്ല് ചെയ്യണ്ടേ? ഇതൊക്കെ പോയി ആദ്യത്തെ കുറച്ചും ഇവിടേക്ക് ഇന്നൊരു സുദിനമാണ്, ഒരു മഹത്തായിട്ടുള്ള ഒരു സുദിനമാണ്. നമ്മളിവിടെ വന്നത് തൊട്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് കാണും. സന്തോഷ് പണ്ഡിറ്റ് സാറ് ഇവിടെ വന്നതിന് ശേഷം, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇതുവരെ ഈ നിമിഷം വരെ ഒന്ന് വെറുതെ നിന്നിട്ടില്ല, ഒരു കസേര എടുത്തിട്ട് നമുക്ക് ഇരുന്നിട്ടില്ല. അത്രമാത്രം ഊർജ്ജസ്വലതയാണ്, അത്രമാത്രം എനർജിയോടുകൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ നമ്മൾ കണ്ടാൽ മനസ്സിലാവും, മൈക്ക് ടൈസൺ പോലെയാണ്. എതിരാളി ആദ്യ റൗണ്ടിൽ തന്നെ തറ പറ്റി. അപ്പോൾ അത്ര ഇതാണ്. അതുകൊണ്ട് ഞാൻ വാശിയോടുകൂടിയാണ് എന്തായാലും വന്നിരിക്കും. എൻ്റെ മക്കൾ പറഞ്ഞു വരണമെന്ന് വീട്ടിലെല്ലാവരും മക്കളൊക്കെ ഡയലോഗ് പറയും സാറിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമുക്കെല്ലാവർക്കും, നമുക്കില്ലാത്തതും നിങ്ങൾക്കില്ലാത്തതും ആണ് ഇത് ഊർജ്ജസ്വലത, ചുറുചുറുക്ക്. ഇതുവരെ വിശ്രമം എടുത്തിട്ടില്ല. അപ്പോൾ അത്രമാത്രം കഠിന അധ്വാനമാണ്. അതുകൊണ്ട് രാവിലെ മുതൽ ഇത്തിരി സാധനങ്ങളെല്ലാം ആക്കിയതിന് ശേഷമാണ്. അപ്പോൾ ഞാനിതൊക്കെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ക്യാമറയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് വേണം മക്കളെ കൊണ്ടൊന്ന് കാണിക്കാൻ ഇതൊക്കെ. അപ്പം ഇതൊരു മഹത്തായിട്ടുള്ള സാറിൻ്റെ പാദസ്പർശം നമ്മളിവിടെ എത്തിയതിന് നമ്മൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളൊക്കെ കണ്ട് പഠിക്കണം. വയനാട് ജില്ലയിൽ കളക്ടർ രക്ഷാധികാരിയായിട്ടുള്ള WDRF, അതായത് വയനാട് ഡെവലപ്മെൻറ്റ് റെസ്പോൺസ് ഫോറം എന്ന് പറഞ്ഞൊരു കോഴ്സ് വയനാട് ജില്ലയിൽ ആദ്യമായിട്ട് ദത്തെടുത്തൊരു കോളനിയാണ് ഈ തിരുമംഗലം കോളനി. ഇദ്ദേഹം ഒരുപാട് സേവന പ്രവർത്തനങ്ങളാണ് വയനാട് ജില്ലയിലും അതുപോലെ തന്നെ പാലക്കാട് ഒട്ടനവധി ജില്ലകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചൊരു പ്രതിഫലം പോലും ആഗ്രഹിക്കാണ്ട് ചെയ്യുന്ന ഒരു സത്പ്രവൃത്തിയുടെ ഉടമയാണ് നമ്മുടെ സന്തോഷ് ജി. അപ്പോൾ ഇദ്ദേഹത്തിനെ ഞാൻ 2-3 ദിവസം മുമ്പ് ഒന്ന് വിളിച്ചു. സാർ അങ്ങനെ ഒരു കോളനി ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്തേക്ക് സാർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ സാർ അത് സന്തോഷപൂർവ്വം ഏറ്റെടുത്തിട്ട് പറഞ്ഞു എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചെറിയൊരു കടയാണ്, അപ്പോൾ അതിനകത്തേക്ക് വേണ്ട സാധന സാമഗ്രികൾ ചെയ്തു തരാണെങ്കിൽ വളരെ ഉപകാരമായി. അങ്ങനെയാണ് സാറ് ഈ നമ്മളുടെ ഈ ഉദ്യമത്തിലേക്ക് എത്തിയതും. ഓൾ ഓവർ ഓരോ കോളനികളും നമ്മൾ ദത്തെടുത്ത് 1 by 1 ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദനത്തിരിയായാലും ബൾബുണ്ട്, പിന്നെ റവ, മൈദ, പിന്നെ പച്ചക്കറി, ഉപ്പ്, പുളിയുണ്ട്, ചായപ്പൊടി, പിന്നെ ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ. ചായപ്പൊടിൻ്റെ സെപ്പറേറ്റ് ആയിട്ടാണ്, അതിൻ്റെ വിലേൻ്റെ ഞാൻ തരാം കേട്ടോ. പിന്നെ ഈ സൈഡിൽ നമുക്കിനി ഇത് വെക്കണേ, അതിലേക്ക് വെക്കണേ.
ഇതാ വിളക്കെണ്ണയുണ്ട്, എല്ലാതരം സോപ്പുണ്ട്, ഇതെല്ലാം ഉണ്ട്. നിങ്ങളെ ഉള്ളിൽ കയറിക്കോ, സാർ എടുത്ത് അല്ല അതല്ല, ഇവരോടൊന്ന് ചോദിച്ചാൽ. ഇവിടെ ഇപ്പം അത്യാവശ്യമായിട്ട് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? നമ്മുടെ പിന്നെ ഞങ്ങൾക്ക് കിണർ നന്നാക്കിയിരുന്നു, റിങ്ങിറക്കാൻ പണ്ട് കഴിഞ്ഞില്ല. ടാങ്കിൽ വെള്ളം കഴിയില്ല അതിലടിച്ച് കഴിഞ്ഞാൽ. അപ്പൊ അതിനുള്ള സംവിധാനമാണ് ഉടനെ ചെയ്യേണ്ടത്. കുടിവെള്ളം ഇപ്പം ഇത്രയും ചെയ്യാൻ പറ്റുന്ന ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കലക്കാണ് വെള്ളം, റിങ്ങിറക്കാനാണ് ചെടിവെള്ളം. അപ്പൊ അതിലെന്താണ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താ റിങ്ങിറക്കണം, റിങ്ങിറക്കി ടാങ്ക് വേണം. സാർ ഇപ്പൊ നമ്മള് കുടിവെള്ളം ഓൾറെഡി ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് വന്നോളൂ, ഇങ്ങോട്ട് വന്ന് സംസാരിച്ചോളൂ. എല്ലാവരോടും സംസാരിക്കാനോട് ഞങ്ങൾക്ക് ആ കിണറ്റിന്ന് വെള്ളം കുടിക്കാൻ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത കിണർ. കുളിക്കുമ്പോൾ അത് ഭയങ്കര ചോർച്ചിലൊക്കെ ദേഹം മൊത്തം. അപ്പൊ എന്താണ് അവിടെ റിങ് ചേർത്താൻ? റിങ് ചേർത്തിയാലും ഇത് തന്നെ പ്രശ്നം. വയലിന്റെ വെള്ളം സംവിധാനം ചെയ്തു തരണം. ഇവിടെ കിണർ പുതുതായിട്ട് കുടിക്കാനാ അതുമല്ല ഒരു വയലിലാണ് ഉള്ള കിണർ. എത്ര നന്നാക്കിയാലും ഇത് തന്നെ പ്രശ്നമാണ്. സാറേ ഗവൺമെന്റ് ലെവലിൽ എന്താ സ്ഥിതി? ഞങ്ങളത് ചെയ്യാം, ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തിട്ട്. കാരണം അത് വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യുന്നത്. എന്നാ ഇനി അതല്ല, ഇനി തീരെ ഞാൻ പറയുന്നത് അവരെ ഏറ്റെടുത്ത് സാർ ഒരു ഒരു ഫിൽറ്ററിംഗ് പ്ലാന്റ് എന്തെങ്കിലും നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ നിലവിലുള്ളത് തന്നെ ശുദ്ധീകരിച്ചു കൊടുക്കാനാണ്. കഴിഞ്ഞില്ല. അപ്പൊ അപ്പൊ ഐശ്വര്യമായി തുടങ്ങുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ എന്റെ കയ്യിൽ നിൽക്കും. വരും എന്താ വേണ്ടേ? അപ്പൊ എല്ലാവരും നമ്മളെ വേലാതേട്ടന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. മോന്റെ പേരെന്താ? പേരിട്ടില്ല എന്ത്? ഇനി എന്താ ആർക്കും അത്യാവശ്യം? ഒരു സെക്കൻഡ്, എക്സൊക്കെ ഒന്ന് കണ്ടോട്ടെ. റെഡിയായേ? ഓക്കെ. വയനാട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നമ്മുടെ തിരുമംഗലം കോളനി ദത്തെടുത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ വേലായുധേട്ടൻ്റെ കടയിലേക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത സന്തോഷ് പണ്ഡിറ്റ് സാറിനും നമ്മുടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന PS സാറിനും പിന്നെ WDRF ടീമിനും എൻ്റെ പേരിലും പ്രൊമോട്ടേഴ്സിൻ്റെ പേരിലും കോളനിക്കാരുടെ പേരിലും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമ്മുടെ പാവപ്പെട്ടവർക്ക് എന്തൊക്കെ സഹായം വേണമെങ്കിലും, ഏതൊക്കെ തുറകളിൽ സഹായം വേണമെങ്കിലും, ഉദാഹരണത്തിന് പഠനം, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, മറ്റ് കഷ്ടപ്പാടുകൾ, തൊഴിൽപരമായിട്ടുള്ള എന്തെങ്കിലും കഷ്ടപ്പാടുകൾ, വരുമാനം ഇല്ലാത്തതിനെ തുടർന്ന് എല്ലാവരും എന്തെങ്കിലും ഒരു പണിയെടുത്ത് ജീവിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലേ? അങ്ങനെയല്ല വേണ്ടത്. അല്ലാണ്ട് ഇപ്പൊ ഒരാൾക്ക് വെറുതെ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് നിങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ അത് പൈസക്ക് ഒരു വില ഉണ്ടാവില്ല എന്നല്ലേ വരുള്ളൂ. അല്ലേ? അപ്പോൾ എല്ലാം സൗജന്യമായിട്ട് നമുക്ക് കിട്ടണമെന്ന് ആശിക്കുന്നത് ശരിയല്ല. നമുക്ക് ആ സൈസിൽ സന്തോഷം. നിങ്ങളെ വന്നതും ഇത് സാധനങ്ങളൊക്കെ ഇറക്കി തന്നതും സന്തോഷമായിട്ട് ഞാൻ
വാസന്തപ്പൂവിൻ്റെ വാസനയും ഏകാന്ത സ്വപ്നത്തിൽ എന്നെയുണർത്തി പ്രേമഗാനങ്ങൾ പാടുന്നല്ലോ നീ. പാടാതെ സന്ധ്യയ്ക്കു മന്ദം വിരിയുന്ന വാസന്തപ്പൂവിൻ്റെ വാസനയും ഏകാന്ത സ്വപ്നത്തിൽ എന്നെയുണർത്തി പ്രേമഗാനങ്ങൾ പാടുന്നല്ലോ നീ. കണ്ണിമ വയ്ക്കാതെ നോക്കി നിൽപ്പൂ അപ്സര സ്ത്രീതൻ ഹാസ്യകിളി. കണ്ണിമ വയ്ക്കാതെ നോക്കി നിൽപ്പൂ അപ്സര സ്ത്രീതൻ ഹാസ്യകിളി. മധുപൂർവം പുഞ്ചിരി ചുണ്ടിൽ തൂകി അനുരാഗ പൂമാല പൂചൊരിഞ്ഞു. പ്രേമത്തിൻ കൈത്തിരി നാളമേന്തി ദീപം തെളിക്കുക എൻ ജീവനിൽ. പ്രേമത്തിൻ കൈത്തിരി നാളമേന്തി ദീപം തെളിക്കുക എൻ ജീവനിൽ. നിർമ്മല സ്നേഹം പകർന്നു കൊളുത്തിയ തൂവലിൻ തുമ്പിലാണീ ജീവിതം. പ്രേമതരളം ദിവ്യഭാവങ്ങളിൽ ചന്തമായി ചേർച്ചയായി കാണും നേരം. നിർമ്മല സ്നേഹം പകർന്നു കൊളുത്തിയ തൂവലിൻ തുമ്പിലാണീ ജീവിതം. പ്രേമതരളം ദിവ്യഭാവങ്ങളിൽ ചന്തമായി ചേർച്ചയായി കാണും നേരം. കണ്ണിമ വയ്ക്കാതെ നോക്കി നിൽപ്പൂ അപ്സര സ്ത്രീതൻ ഹാസ്യകിളി. കണ്ണിമ വയ്ക്കാതെ നോക്കി നിൽപ്പൂ അപ്സര സ്ത്രീതൻ ഹാസ്യകിളി. മധുപൂർവം പുഞ്ചിരി ചുണ്ടിൽ തൂകി അനുരാഗ പൂമാല പൂചൊരിഞ്ഞു. പ്രേമത്തിൻ കൈത്തിരി നാളമേന്തി ദീപം തെളിക്കുക എൻ ജീവനിൽ. പ്രേമത്തിൻ കൈത്തിരി നാളമേന്തി ദീപം തെളിക്കുക എൻ ജീവനിൽ. ഇടവപ്പാതി വന്നെന്റെ നാവുകളിൽ മൊഴിഞ്ഞു. കാറ്റുണർത്തുവേപ്പു മരത്തണലിൽ ഞാനിരുന്നു. പുഞ്ചവയൽ പഞ്ചമി ചന്ദ്രകല കണ്ടു. കാൽത്തളമോതിരം ചാർത്തി നീ അണഞ്ഞു. ഇടവപ്പാതി വന്നെന്റെ നാവുകളിൽ മൊഴിഞ്ഞു. കാറ്റുണർത്തുവേപ്പു മരത്തണലിൽ ഞാനിരുന്നു. പുഞ്ചവയൽ പഞ്ചമി ചന്ദ്രകല കണ്ടു. കാൽത്തളമോതിരം ചാർത്തി നീ അണഞ്ഞു. la 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 la
എത്ര നാൾ പ്രേമഗീതം ചൊല്ലി നാവിലൂടെ, എത്ര നാൾ കാത്തു കാത്തു നിന്നെന്റെ ഗോപികയെ, എത്ര നാൾ പ്രേമഗീതം ചൊല്ലി നാവിലൂടെ. നിസ്പർശമേറ്റൊരു പുൽത്തണ്ടുകൾ പൊന്നിൻ നിറങ്ങളിൽ ചാഞ്ചാടുന്നു, നിസ്പർശമേറ്റൊരു പുൽത്തണ്ടുകൾ പൊന്നിൻ നിറങ്ങളിൽ ചാഞ്ചാടുന്നു. ഇടവപ്പാതി വന്നെന്റെ നാവുകളിൽ മൊഴിഞ്ഞു, കാറ്റുണർത്തു വെട്ടുമരത്തണലിൽ ഞാനിരുന്നു. കുഞ്ചവയൽ പഞ്ചമി ചന്ദ്രകല കണ്ടു, കാത്തള മോതിരം ചാർത്തി നീ അണഞ്ഞു. ഉറവറ്റും മരുഭൂമിയായ ജീവൻ, സ്വപ്നങ്ങൾ തന്നു നീ പച്ചയായ വയലായി. പശ്ചിമ സന്ധ്യ പട്ട് വിരിക്കും പോലെ, മഞ്ഞൾ നീ മാമലയിൽ മുത്തമിടും പോലെ. ആശകൾ ഉറവറ്റും മരുഭൂമിയായ ജീവൻ, സ്വപ്നങ്ങൾ തന്നു നീ പച്ചയായ വയലായി. പശ്ചിമ സന്ധ്യ പട്ട് വിരിക്കും പോലെ, മഞ്ഞൾ നീ മാമലയിൽ മുത്തമിടും പോലെ. നിസ്പർശമേറ്റൊരു